ഭീകര നേതാക്കൾക്ക് ഇനി രാജ്യാന്തര രാഷ്ട്രീയ പ്രതിരോധമില്ലാത്ത കാലഘട്ടത്തിലേക്ക് ലോകം കടന്നിരിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഖത്തറിലെ സൈനിക നടപടി ഗാസയിലെ യുദ്ധത്തിന്റെ അവസാന ഭാഗമാണെന്നും നെതന്യാഹു പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഇസ്രയേലിലെ US എംബസിയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് നെതന്യാഹു ഭീകരവാദികൾക്ക് കൃത്യമായ താക്കീത് നൽകിയത്. തീവ്രവാദികളായ നേതാക്കൾക്ക് ഒരു ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയും ഇല്ലാത്ത ദിവസങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന മുന്നറിയിപ്പാണ് നെതന്യാഹു നൽകിയത്. ഖത്തറിലെ ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് നെതന്യാഹു വ്യക്തമാക്കിയത് ഇപ്രകാരമാണ്: ഈ ആക്രമണം ഗാസയിലെ യുദ്ധത്തിന് അവസാനമാകാം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പ്രമേയം ഇസ്രായേൽ അംഗീകരിച്ചിട്ടുണ്ട്. ആദ്യം ഹമാസിന്റെ കൈകളിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ തടവുകാരെയും തൽക്ഷണം മോചിപ്പിക്കണം, അതാണ് ലക്ഷ്യമെന്നും നെതന്യാഹു പറഞ്ഞു. ഇതിനുശേഷം മധ്യപൂർവേഷ്യ സമാധാനത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാനാകും. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം യുദ്ധം അവസാനിപ്പിച്ച് എല്ലാ തടവുകാരെയും നാട്ടിലെത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം ഗാസയിൽ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടത് കൂടാതെ ജെറുസലേമിലെ ഒരു ബസ് സ്റ്റോപ്പിൽ ഭീകരാക്രമണത്തിൽ 6 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ഇരു ആക്രമണങ്ങൾക്കും ഹമാസ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. ശേഷം താൻ സുരക്ഷാസേന മേധാവികളെ വിളിച്ചുകൂട്ടി ഹമാസിന്റെ പ്രധാന നേതാക്കൾക്കെതിരെ സർജിക്കൽ പ്രിസിഷൻ ആക്രമണം നടത്താൻ ഉത്തരവിട്ടു എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞു. ഒക്ടോബർ 7 നടന്ന കൂട്ടക്കൊലകളും നെതന്യാഹു ഓർമ്മിപ്പിച്ചു. 1200 പേരെയാണ് കൊന്നത്. സ്ത്രീകളെ പീഡിപ്പിച്ച് കൊന്നു, കുഞ്ഞുങ്ങളെ ചുട്ടുകൊന്നു, തലവെട്ടൽ, അങ്ങനെ നികൃഷ്ടമായതെല്ലാം ഹമാസ് ചെയ്തു. ഇതെല്ലാം ആസൂത്രണം ചെയ്തവരെയാണ് ഇന്ന് ആക്രമിച്ചത്. ഹോളോകോസ്റ്റിന് ശേഷമുള്ള ഏറ്റവും ഭീകരമായ ആക്രമണമായിരുന്നു ഒക്ടോബർ 7 നെതന്യാഹു ഓർമ്മിപ്പിച്ചു. കൂടാതെ അദ്ദേഹം ഗാസയിലെ ജനങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഹമാസ് എന്ന ഈ കൊലയാളികളാൽ നിങ്ങൾ വീണ്ടും വഴിതെറ്റിക്കപ്പെടരുത്. അവർ നിങ്ങളെ ഒരു പരിഗണനയും കാണിക്കുന്നില്ല. ട്രംപിന്റെ പ്രമേയം സ്വീകരിക്കുക. നിങ്ങൾക്ക് വ്യത്യസ്തമായൊരു ഭാവി നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും ഗാസയിലെ ജനങ്ങൾക്ക് നൽകിയ പ്രത്യേക സന്ദേശത്തിൽ നെതന്യാഹു പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.